ഞാനിവിടെ ഒരു 27 to 30 ഷ്രിംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത്. നമുക്കിത് അത്യാവശ്യം ലാർജ് സൈസാണ്, അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ആദ്യം. അപ്പം ആദ്യം ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ റെഗുലർ സ്പൈസി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഒരു 1/4 ഒരു പിഞ്ച് ഗരം മസാല വളരെ കുറച്ച്, പിന്നെ ഒരു 1/4 പെപ്പറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്, പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യുമ്പോൾ അത് പൊടിയാതെ ശ്രദ്ധിക്കുക. നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് അത് പൊടിയാതെ എന്നാൽ എല്ലായിടത്തും അത് പിടിക്കത്തക്ക രീതിയിൽ നമ്മളത് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാം. ഒരു പാനിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഈ ഫ്ലേവർ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കറി ലീവ്സ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിംസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഷ്രിംസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇത് നമ്മുടെ കറി ലീവ്സിൻ്റെ ഒക്കെ നല്ലപോലെ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാനതിട്ടത്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് കുക്ക് ചെയ്യാനായിട്ട്. ഗ്രേവി പോലെ ആക്കുന്നില്ല, പക്ഷേ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് നീറ്റായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം നല്ല ഹോട്ട് ബോയിലിംഗ് വാട്ടർ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ വേറൊരു പാനിൽ ചൂടാക്കി അങ്ങ് വെക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ശരിക്കും ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് വരണം. അങ്ങ് അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇടയ്ക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഷ്രിംപ് റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. നല്ല ടേസ്റ്റി ആൻഡ് ഫ്ലേവർഫുള്ളാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ്. ഗ്രേവി അല്ല, എന്നാൽ ഒരുപാട് തിക്ക് ആൻഡ് ഡ്രൈയും അല്ല, നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഡെഫിനറ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ഒപ്പീനിയൻ സജഷൻസ് ഒക്കെ എഴുതി അറിയിക്കണം. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു മനോഹരമായ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.